നിങ്ങളുടെ ഇഷ്ട പരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. ഈ വീട്ടിലേക്ക് കയറി വരാനുള്ള ഒരു യോഗ്യതയും ഞങ്ങൾക്കില്ല. അത്രയ്ക്കും വലിയ ദ്രോഹം എന്റെ മകൻ മാഷിനോടും കുടുംബത്തോടും ചെയ്തത്. ഞാൻ മാഷിന്റെ കാല് പിടിക്കാം. അവനെ മാഷ് ശപിക്കരുത്. ശാപത്തിലൊക്കെ എന്ത് കാര്യം? അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് തെളിഞ്ഞ കോടതി അവനെ ശിക്ഷിക്കും. അതുപോലും ഈ കുടുംബത്തിനുണ്ടായ അപമാനത്തിന് ഒരു പരിഹാരമാവില്ല. ഏട്ടൻ അത് ചെയ്യുമെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു ഗോകുലേട്ടന് മഞ്ചാടി. അതൊന്നും ഇപ്പൊ പറയണ്ട. ഇഷ്ടത്തിന്റെ പേരില് കൂട്ടുകാരെ പെട്രോൾ ഒഴിച്ച് കത്തിക്കുന്നവരുണ്ട്. ഗോകുലിന്റെ കേസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ വന്നതെങ്കിൽ അത് കേൾക്കാൻ എനിക്ക് താല്പര്യമില്ല. ആ കാര്യങ്ങളിലൊക്കെ പോലീസും കോടതിയും തന്നെ തീരുമാനമെടുക്കട്ടെ. അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവനെ രക്ഷിക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല മാഷെ. കോടതി അവനൊരു കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ പിന്നെ എന്റെ വീട്ടിൽ പോലും അവനെ ഞാൻ കേട്ടില്ല. ആ കാര്യം നമുക്ക് വിടാം മാഷെ. ഞങ്ങൾ വന്നത് രഘുവിന്റെ കാര്യം അറിഞ്ഞിട്ടാ. ഗോകുലും രഘുവും ഒരേ സെല്ലിലാണെന്നാ ഹേമന്തു എന്ന് പറഞ്ഞത്. പിന്നെ രഘുവിന്റെ കമ്പനിക്ക് തീ പിടിച്ചതും അവന്റെ ബാധ്യത തീർക്കാൻ മാഷി വീട് വിൽക്കാനായി തീരുമാനിച്ചതൊക്കെ ഞാൻ നേരത്തെ അറിഞ്ഞിരുന്നു. കേട്ടപ്പോ വല്ലാത്ത വിഷമം തോന്നി. അതിന്റെ കൂടെ ഞങ്ങളുടെ മകൻ കാരണം മാഷിന് അപമാനം ഉണ്ടായല്ലോ എന്ന് ഓർക്കുമ്പോ ഞാൻ ദൈവത്തെ പോലെ കണ്ടിരുന്ന ആളാ എന്നെ പഠിപ്പിച്ച എന്റെ അനന്തം മാഷ്. മാഷേ, ഞങ്ങളുടെ മകൻ ചെയ്ത തെറ്റിന് പ്രായശ്ചിത്തം ചെയ്യാണെന്ന് തോന്നൂല്ലെങ്കിൽ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. മാഷും മക്കളും ഇത്രയും കാലം ജീവിച്ച ഈ വീട് മാഷ് വിൽക്കരുത്. മാഷിന്റെ മുഴുവൻ ബാധ്യതയും തീർക്കാനുള്ള പണം ഞാൻ തരാം. ഇതൊരു ഔദാരിയായി പോലും മാഷ് കരുതണ്ട. രഘു ജയിലിൽ നിന്നും വന്ന് അവന് ജോലി ചെയ്ത് ഈ കടം വീട്ടാൻ കഴിയുന്ന കാലത്ത് അവൻ സച്ചിയേട്ടന്റെ പണം തിരിച്ചു കൊടുത്തോട്ടെ. അച്ഛനും അമ്മയും എന്നും മാഷിനോടും കുടുംബത്തോടും സ്നേഹം മാത്രമല്ലേ കാണിച്ചിട്ടുള്ളൂ. ഇതും ആ സ്നേഹത്തിന്റെ പേരിലാണെന്ന് മാഷ് കരുതണം. നിങ്ങൾ പറയുന്നതൊക്കെ ശരിയാ. സച്ചിയും സാവിത്രിയും ഈ കുടുംബത്തോട് കാണിച്ച സത്യസന്ധതയും ആത്മാർത്ഥതയും ചെറുതല്ല. ഉറപ്പായും നിങ്ങളുടെ സഹായം ഞാൻ 2 കൈകളും നീട്ടി സ്വീകരിക്കുമായിരുന്നു. ഒരുപക്ഷെ നേരത്തെ തന്നെ ഗോകുലുമായി ബന്ധപ്പെട്ടൊരു വിഷയം നമുക്കിടയിൽ ഇല്ലായിരുന്നെങ്കിൽ എന്റെ ഈ പ്രതിസന്ധിയിൽ ഞാൻ തന്നെ വന്ന് നിങ്ങളോട് പറയുകയും ചെയ്തേനെ. പക്ഷേ ഇനി ഞാനത് ചെയ്യാൻ പാടില്ല. ഇപ്പോ നമുക്കിടയിൽ ഇരയ്ക്കും വേട്ടക്കാരനും ഇടയിലുള്ളൊരു അന്തരമുണ്ട്. അകലം ചെറുതല്ല. സമൂഹം അതിന് വലിയ മാനം കൽപ്പിക്കുന്നുണ്ട്. കോടതിയുടെ വിധി വരുന്നതുവരെ
അതങ്ങനെ തന്നെ നിൽക്കും. മാഷെ, വേണ്ട സച്ചി, മകളെ അപമാനിച്ചവന്റെ കുടുംബത്തിൽ നിന്നും സഹായം സ്വീകരിച്ചാൽ അനന്തൻ മാഷ് എന്ന പേരിന് ഞാൻ അർഹനല്ലാതായി പോവും. അത് വേണ്ട. നാളെ തെരുവിലിറങ്ങി പിച്ച തെണ്ടേണ്ടി വന്നാലും അനന്തൻ മാഷായി നിന്നുകൊണ്ട് തന്നെ എനിക്കത് ചെയ്യണം. സഹായിക്കാൻ തോന്നിയ മനസ്സിന് നന്ദി. വേറൊന്നും എനിക്ക് പറയാനില്ല.